നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമീപകാലങ്ങളായിട്ട് കേരളത്തിൽ നടന്നു വരുന്ന ചില വിഷയങ്ങളാണ് ഈ ഒരു വീഡിയോയ്ക്ക് ആധാരം. അറിയാം, നമുക്കിപ്പോൾ MDMA അതുപോലുള്ള ലഹരികൾ ഇതൊക്കെ വലിയൊരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പേരുദോഷം കേൾക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു വിഭാഗമാണ് 2K കിഡ്സ് അല്ലെങ്കിൽ ന്യൂജൻ കിഡ്സ് എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ കുറേ നാളായിട്ട് ഇവരുടെ വാർത്തകളൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഒരുപാട് കേസുകൾ, പീഡനം, അതുപോലെ തന്നെ വെട്ട്, കുത്ത്, കൊല, ആത്മഹത്യ, ഒളിച്ചോട്ടം, അങ്ങനെ ഒരുപാട് കേസുകളാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത് മാധ്യമ ശ്രദ്ധ കൂടുതലും അതിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. മാധ്യമങ്ങൾക്ക് ഇതിൽ വേറൊരു പങ്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന ഇത്തരം ന്യൂസുകൾക്കൊക്കെയാണ്. കാരണം ഇത്തരം ന്യൂസ് ആകുമ്പോൾ ആൾക്കാരുടെ കമൻറ്റ് കൂടും. കമൻറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി യൂട്യൂബിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളുടെയൊക്കെ അൽഗോരിതം അനുസരിച്ചിട്ട് കൂടുതൽ റീച്ച് കിട്ടും. അവർക്കത് ഇൻകം ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു സൈക്കോളജി കൂടി ഇതിൻ്റെ അകത്തുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. അപ്പം മുമ്പുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പം അതിൻ്റെ തോത് കുറച്ച് കൂടിയിട്ടുണ്ട്. ചീത്തപ്പേര് ആരൊക്കെയാണ് കേൾക്കുന്നത്? ഏറ്റവും കൂടുതൽ ലഹരിയാണ് കേൾക്കുന്നത്. പലതരം മയക്കുമരുന്നുകൾ പിടിമുറുക്കിയത് കൊണ്ട് ന്യൂജൻ അല്ലെങ്കിൽ പുതിയ ആൾക്കാർ പലതരം ലഹരിക്ക് അടിമയായതുകൊണ്ടാണ് ഇത്തരം സംഭവങ്ങൾ കൂടുന്നതെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതിന് കാരണക്കാരായിട്ട് പറയപ്പെടുന്നത് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ, പിണറായി വിജയൻ, അതുപോലുള്ള ഇപ്പോഴത്തെ ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നുണ്ട്. പിന്നെ ഒന്നാണ് ന്യൂജൻ. ഏറ്റവും കൂടുതൽ ആൾക്കാർ കുറ്റപ്പെടുന്നതാണ് പുതിയ പിള്ളേർ ശരിയില്ല, പുതിയ പിള്ളേർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. എല്ലാ ഭാഗത്തും പുതിയ പിള്ളേരെ അറഞ്ചം പുറഞ്ചം ട്രോളുകയാണ്, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം എവിടെയാണെന്ന് ഞാൻ കുറേ ആലോചിച്ചിട്ട്. അപ്പം എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നോ അല്ലെങ്കിൽ ന്യൂജനോ ഒന്നും അല്ല ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാരണം. ഒരു പരിധി വരെ ശരിയാണ്, സമ്മതിച്ചു. പക്ഷേ ഇത് മുമ്പും ഉണ്ടായിരുന്നല്ലോ. കള്ള്, കഞ്ചാവ് ഇതൊക്കെ പണ്ടും ഉണ്ടായിരുന്നു. അന്ന് ഇത്രയും ആൾക്കാർ ഇതിനൊന്നും അഡിക്റ്റ് ആയിരുന്നില്ല. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് ഇത്രയേറെ ആൾക്കാർ ഇതിന് അഡിക്റ്റ് ആവുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ചോദ്യം. അപ്പോൾ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ചിന്തിച്ച് പുറകോട്ട് പോകണം. ഇത് പറയാൻ ഞാൻ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാളും അല്ല കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും വിമർശിക്കാനുള്ള അധികാരം ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിമർശിക്കാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ 2K കിഡ്സ് അല്ലെങ്കിൽ ന്യൂജൻ കിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ പിന്തുടർച്ചക്കാരാണല്ലോ. നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ബാക്കിയായിരിക്കും അവരെന്ന് പറയുന്നത്. ഞാൻ എവിടെ ഒരു മീറ്റിങ്ങിൽ കേട്ടിട്ടുണ്ട്, ചീത്ത കാലഘട്ടം നല്ല ആൾക്കാരെ ഉണ്ടാക്കും, നല്ല ആൾക്കാർ നല്ല കാലഘട്ടം ഉണ്ടാക്കും, നല്ല കാലഘട്ടം ചീത്ത ആൾക്കാരെ ഉണ്ടാക്കും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ് കേട്ടോ. എനിക്ക് അവർ പറഞ്ഞ രീതിയിൽ എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല, കാരണം ഒരുപാടായി കേട്ടിട്ട്. അതൊന്നും കൂടെ നിങ്ങൾ എവിടെയൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടുമായിരിക്കും. അത് ഏതൊരു പ്രസിദ്ധനായ ഒരു വ്യക്തിയുടെ ഒരു കോട്ടാണ്. ശരിക്കുള്ളത് കേൾക്കാനും നല്ല അടിപൊളിയാണ്. അപ്പോൾ സംഭവം ഇതാണ്: നമുക്ക് കഷ്ടപ്പാട് നിറഞ്ഞൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ ആ കഷ്ടപ്പാട് നിറഞ്ഞ കാലഘട്ടം ഒരുപാട് നല്ല മനുഷ്യരെ സൃഷ്ടിച്ചെടുക്കും. ആ നല്ല മനുഷ്യരെന്താക്കും? ആ കഷ്ടപ്പാടുള്ള കാലമൊക്കെ മാറ്റി നല്ലൊരു കാലഘട്ടത്തിനെ ഉരുവാക്കും. വീണ്ടും ഉരുവായി വരുന്ന ആ ഒരു നല്ല കാലഘട്ടം എന്താക്കും? മോശം ജനങ്ങളെ സൃഷ്ടിക്കും. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കിൾ പോലെ നടക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് തന്നെയല്ലേ നടന്നിട്ടുള്ളത്. നമ്മൾ പണ്ടുള്ള ആൾക്കാർ എന്താ പറയുക, ഇപ്പോൾ ആ സ്വാതന്ത്ര്യം കിട്ടിയ കാലഘട്ടം 90, 60 കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു? ഒരുപാട് ക്ലേശങ്ങൾ അനുഭവിച്ചവരാണ് നമ്മുടെ പഴയ പൂർവികർ, അല്ലേ? പക്ഷെ അതിൽ നിന്ന് നമ്മുടെ പാരൻസ് തന്നെ നമ്മളോടിപ്പം 90 കിഡ്സ്, ഞാനൊക്കെ 93-ലാണ് ജനിച്ചത്. അപ്പം ഞങ്ങളോടൊക്കെ അല്ലെങ്കിൽ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുള്ള എന്താണ്? ഞങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഞങ്ങൾ 10-15 കിലോമീറ്റർ നടന്നിട്ടാണ് സ്കൂളിൽ പോയത്. എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് എന്താണ്? അതിനിപ്പോൾ എന്താ വേണ്ട, ഞാൻ നടന്നിട്ട് പോകണോ, അല്ലെങ്കിൽ ഞാൻ 15 കിലോമീറ്റർ നടക്കണം എന്നൊക്കെയല്ലേ ചോദിക്കുക. അപ്പം അവരുദ്ദേശിച്ചത് അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ പഠിച്ച് വളർന്ന് വന്നത്. ആ കഷ്ടപ്പാടുകളൊന്നും നമുക്ക് ഉണ്ടാവരുന്ന ഓർത്തിട്ടാണ് അവർ കഷ്ടപ്പെട്ട് നമ്മളെ പഠിപ്പിക്കുന്നതെന്നാണ് അവർ പറഞ്ഞു വരുന്നത്. അങ്ങനെ നമുക്ക് അവർ നല്ലൊരു കാലഘട്ടം സൃഷ്ടിച്ചു. കാരണം എന്താ? അവരുടെ ആ കഷ്ടപ്പാട് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ കാണുന്നതൊക്കെ ഉണ്ടായത്. നമുക്ക് സഞ്ചരിക്കാൻ വീട്, നമുക്ക് സഞ്ചരിക്കാൻ നല്ല വണ്ടി, താമസിക്കാൻ നല്ല വീട്, അതുപോലെ തന്നെ ഗതാഗത സൗകര്യങ്ങൾ, മറ്റുള്ള അനേകം സൗകര്യങ്ങളൊക്കെ അവരുടെ ആ കഷ്ടപ്പാടിൻ്റെ ഭാഗമാണ്. ഒരു വലിയ കമ്മ്യൂണിറ്റി എടുത്ത കഷ്ടപ്പാടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന എല്ലാം ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ അടുത്തത് വരുമ്പോൾ എന്താ പ്രശ്നം? ഇപ്പം പറഞ്ഞ പോലെ ഇപ്പോൾ ടെക്നോളജിയൊക്കെ കൂടി എവിടെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഇരുന്ന് വീഡിയോ കോൾ കൊണ്ട് കണ്ട് സംസാരിക്കാവുന്ന ലെവലിലെത്തി. അങ്ങനെ ടെക്നോളജി അങ്ങേയറ്റം വളർന്നു കഴിഞ്ഞപ്പം ഇതിൻ്റെയൊക്കെ അനന്തര ഫലമായിട്ടാണ് നേരെ നമ്മൾ പ്രതീക്ഷിച്ചതൊന്ന് നടന്നത് വേറൊന്ന്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അഡിക്റ്റ് ആയിട്ട് കൂടുതലും കുട്ടികളൊക്കെ ഡിപ്രഷനിലാണ്. കാരണം മറ്റുള്ളവർ റീൽസ് ഇടുന്ന സമയത്ത് ആ റീൽസ് കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് അവർ വിശ്വസിക്കുന്നു. അതുപോലെയുള്ള ഒരു ലൈഫ് നമുക്കില്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് കൂടുതൽ കുട്ടികൾ ഡിപ്രഷനിലേക്ക് പോകുന്നു. പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ, അതുപോലെ തന്നെ ഒളിച്ചോടാനുള്ള ടെൻഡൻസി, ഇങ്ങനെ പല കാര്യങ്ങളുമാണ് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല കാലം ഉണ്ടാക്കി തന്നു. ആ നല്ല കാലം ഉണ്ടാക്കി തന്ന പുതിയ ജനറേഷൻ എന്ന് പറയുന്നത് കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇതിലേക്ക് പറഞ്ഞു വരുന്ന സമയത്ത് വേറൊരു കൺസെപ്റ്റും കൂടെ ഉണ്ട്. ഇപ്പം ഞങ്ങളുടെ കാലഘട്ടമായിരുന്നു സൂപ്പർ എന്ന് അവകാശപ്പെടുന്ന ഞാൻ ഉൾപ്പെടുന്ന 90 കിഡ്സ്, നമ്മളുണ്ടായ ആ ഒരു കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് കേട്ടിരുന്ന കാര്യങ്ങളായിരിക്കുമോ ഇന്നത്തെ
ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജനിക്കാൻ പോകുന്ന കുട്ടികൾ കേൾക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ശരിയല്ല, അത് സത്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ തന്നെ ചുറ്റുമുള്ള ശബ്ദങ്ങളെ തിരിച്ചറിയുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇന്ന് ഉള്ളവർ കേൾക്കുന്നത് എന്താണ്? അന്നത്തെ കാലഘട്ടം ഇപ്പം ഞാനൊക്കെ എന്ന് വെച്ചാൽ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മേൻ്റെ വയറ്റിൽ ഞാൻ കേട്ടിട്ടുള്ളത് പശുവിൻ്റെയോ ആടിൻ്റെയോ ഒക്കെ കരച്ചിലോ സ്വന്തം വീട്ടുകാരുടെ ബഹളങ്ങളും ഒച്ചപ്പാടും ആ ഒരു സ്വരങ്ങളൊക്കെ ആയിരിക്കും ഞാൻ കേട്ടിട്ടുണ്ടാവുക. പക്ഷെ ഇന്ന് അങ്ങനെയാണോ? ഇന്ന് ഈ പറയുന്ന എല്ലാ ഒച്ചപ്പാടും ഉണ്ടാവും. അതിൻ്റെ കൂടെ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ടത്, TV, വാർത്തകൾ, പൊതുസമൂഹമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുകൂടാതെ അമ്മയുടെയോ അച്ഛൻ്റെയോ ഒക്കെ ആ സമയത്തെ മാനസിക സംഘർഷം. ഇന്നുള്ള കൂടുതൽ ആൾക്കാരും വലിയ മാനസിക സംഘർഷങ്ങളിലാണെന്നാണ് പഠനങ്ങൾ പറയപ്പെടുന്നത്. പല കാരണങ്ങളാണ് അതിന്. അപ്പോൾ ഇതെല്ലാം ബാധിച്ച് അതിനെല്ലാം കേട്ടുകൊണ്ട് ജനിക്കുന്ന ഒരു കുട്ടി ഓൾറെഡി അതിൻ്റെ ബ്രെയിൻ ഡെവലപ്പ് ആകുമ്പോൾ തന്നെ ഇതുപോലുള്ള എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താവുന്ന അടുത്ത സ്റ്റെപ്പ്. ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇപ്പോഴൊക്കെ എന്ന് വെച്ചാൽ കുട്ടികൾ പെട്ടെന്നാണ് വളരെ ചെറിയ പ്രായത്തിലാണ് പല കാര്യങ്ങളും ഗ്രഹിച്ചെടുക്കുന്നത്. മൊബൈൽ ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ വേഗത്തിലാണ് കുട്ടികൾ ഗ്രഹിച്ചെടുക്കുന്നത്. പെട്ടെന്ന് നടക്കുന്നു. സാധാരണ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കുട്ടികൾ വളരെ വേഗത്തിൽ നടക്കാനും ഓടാനും ഒക്കെ പഠിക്കുന്നു, സംസാരിക്കാൻ പഠിക്കുന്നു. നമ്മളെപ്പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പല കുട്ടികളുടെയും പ്രകടനം. അപ്പോൾ ഇതിൻ്റെയൊക്കെ മറ്റൊരു സൈഡും കൂടെ ഉണ്ടെന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അവർ നല്ലത് പഠിക്കുന്നത് പോലെ തന്നെ മോശം കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. അത് അവരുടെ കുറ്റമല്ല. അവർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവർ എവിടെ നിന്നൊക്കെയോ തേടിപ്പിടിച്ചത് അറിയുന്നു. അതിനുള്ള ടെക്നോളജികൾ ഇന്ന് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ പാരൻസ് എന്ന് പറയുന്നത് ഇപ്പോഴും കൂടുതലും പഴയ ചരിത്രത്തിൽ തന്നെ ഇരിക്കുകയാണ്. പണ്ട് എങ്ങനെയാണ് കുട്ടികളെ വളർത്തിയത് അതുപോലെ തന്നെ ഇരിക്കുകയാണ്. കാലഘട്ടം മാറിയതിനൊത്ത് പാരൻസ് മാറിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കുട്ടികൾ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ അവർ വേഗത്തിൽ കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടെന്നും അതിനനുസരിച്ച് അവരെ വളർത്തേണ്ടതാണ് മാതാപിതാക്കളുടെ കർത്തവ്യമെന്നും മാതാപിതാക്കൾ ഓർക്കുക. ഇനി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ സിലബസിൻ്റെ അവസ്ഥ എന്താണ്? വളരെ മോശമാണ്. വളരെ മോശം എന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്ക് കൂടുതൽ. ഓപ്പണായിട്ട് പറയാം, വളരെ സങ്കടത്തോടെ പറയാവുന്നൊരു കാര്യമാണ്. കാരണം ഞാനൊക്കെ അന്ന് പഠിച്ചത് എന്താണ് അതിന് ഇപ്പോഴും കൂടുതലും കുട്ടികൾ പഠിക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം, കാലം ഇത്രയും മാറിയിട്ടും കാണാപ്പാഠം പഠിക്കേണ്ട പല കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നത്. അതിലെന്താ കാര്യം? ഇന്ന് ഏതൊരു ചോദ്യത്തിനും, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ഏത് ചോദ്യത്തിനുള്ള ഉത്തരവ് ഇൻ്റർനെറ്റിൽ കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയും കാര്യങ്ങൾ ബൈഹാർട്ടായിട്ട് പഠിക്കുന്നത് എന്നുള്ള അദ്ദേഹം തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യം അതല്ലേ? അതേസമയം കുട്ടികൾക്ക് ഈ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം, സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പെരുമാറണം, കുടുംബത്തിൽ എങ്ങനെ പെരുമാറണം, നമ്മൾ ഈ സമൂഹത്തിന് എന്താണ് നൽകേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ അവരെ പഠിപ്പിക്കേണ്ടത്. അതൊന്നും അല്ലാതെ എന്തൊക്കെയോ കുറേ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ച് അതിന് കുറച്ച് മാർക്കും കൊടുത്ത് വെറുതെ പുറത്തേക്ക് തള്ളിവിട്ടതുകൊണ്ട് ആയിട്ടില്ല. അതുകൊണ്ട് സമൂഹത്തിന് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതിന് മാറ്റം വരണം. അതിന് സ്കൂളുകളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായവും ഇനി എന്ത് മാറ്റം വരുത്താൻ പോകുന്നോ ഇല്ലയോ അത് നമ്മൾ നോക്കണ്ട. നമ്മുടെ വീടുകളിലുള്ള മാറ്റം കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ ഇനിയുള്ള കുട്ടികളെങ്കിലും നല്ലൊരു തലമുറയെ വളരത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ്, സമീപകാലങ്ങളായിട്ട് പ്രത്യേകിച്ച് 2000-ന് ശേഷം പാരൻസ് വല്ലാത്ത ബിസി ലൈഫിലോട്ട് മാറിയിരിക്കുകയാണ്. അവർക്ക് കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല. അവർക്ക് കുട്ടികളോട് മിണ്ടാൻ നേരമില്ല. ചില പാരൻസ് ഉണ്ട്, കുട്ടികളോട് മിണ്ടാൻ മടിയാണ്. അവർക്ക് എന്തോ നാണം പോലെ കുട്ടികളോട് സംസാരിക്കുന്നത്, കുട്ടികളോട് ഓപ്പണായിട്ടൊന്നും ചോദിക്കില്ല, ഓപ്പണായിട്ടൊന്നും പറയില്ല. അതിനൊരു മടിയാണ് പല പാരൻസിനും. അതും ഇല്ലാതെ താല്പര്യം ഉണ്ടെങ്കിൽ പോലും പലർക്കും സമയമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മുടെ ജീവിതം മാറിയൊരു മാറ്റം. 2000-ന് ശേഷം ജീവിതം മാറിയത് എങ്ങനെയാണ്? മുമ്പൊക്കെ നമുക്ക് വാഹന സൗകര്യം ഉണ്ടായിരുന്നില്ല, മൊബൈലുകൾ ഉണ്ടായിരുന്നില്ല, ലാൻഡ് ഫോണോ സാധാരണ ബ്ലാക്ക് കളർ TV ഒക്കെ വെച്ചിട്ടിരുന്ന കാലഘട്ടത്തിൽ അന്ന് എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമായിരുന്നു. വീട്ടിൽ ഒരാൾ മാത്രമേ ജോലിക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എന്തെങ്കിലും പശുക്കളോ കൃഷിയോ ഒക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു കൂടുതലും. അന്ന് കൂട്ടുകുടുംബമായിരുന്നു, അന്ന് സന്തുഷ്ടമായിട്ടുള്ള ജീവിതമായിരുന്നു പലർക്കും. പക്ഷേ പിന്നീട് എന്തായി? പിന്നീട് ടെക്നോളജികളൊക്കെ വന്നു, അല്ലെങ്കിൽ മൊബൈൽ, ഇങ്ങനെ പല സൗകര്യങ്ങളും വന്ന സമയത്ത് ഇതിനെയൊക്കെ നേടണ്ടേ? വണ്ടികളില്ലാത്ത വീട്ടിൽ വണ്ടികൾക്കായിട്ടും അങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാൻ വേണ്ടി ഓട്ടം തുടങ്ങിയപ്പോൾ ഭാര്യ ഭർത്താവ് 2 പേരും ജോലി ചെയ്തിട്ടും എവിടെ എത്താത്ത അവസ്ഥയാണ്. രാവിലെ എണീക്കുന്നു, കുട്ടികളെ വേഗം ഒരുക്കി സ്കൂളിൽ വിടുന്നു, അതിനുശേഷം ഒരുങ്ങി ജോലിക്ക് പോകുന്നു, വൈകുന്നേരം വരുന്നു, ആ ടെൻഷനിൽ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ പഠിക്കാൻ വിടുന്നു അല്ലെങ്കിൽ ട്യൂഷന് വിടുന്നു. കുട്ടികളുടെ ഒരു കാര്യത്തിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. കുട്ടികളുടെ കാര്യം മുഴുവൻ സ്കൂളിൽ, അത് കഴിഞ്ഞ് വന്ന ട്യൂഷൻ. കുട്ടികൾ എന്താക്കുന്നു? കുട്ടികളുടേതായ ഒരു ലോകത്തിലേക്ക് ഒതുങ്ങപ്പെടുകയാണ്. അവരുടെ കൂട്ടുകെട്ട്, ആ ഒരു കൂട്ടുകെട്ടിൽ മാത്രം പുതിയ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സിറ്റുവേഷനാണ് കഴിഞ്ഞ കാലങ്ങളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രം കുട്ടികളെ ജനിപ്പിക്കുക. അല്ലാതെ ഒരു കുട്ടികളെ ജനിപ്പിച്ചുകൊണ്ട് ഇന്നൊരു കാര്യമില്ല. അവർ തീർച്ചയായിട്ടും വഴിതെറ്റി പോകാനാണ് സാധ്യത കൂടുതലും. അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന ഒരു ലൈഫ് നിങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കാരണം എല്ലാ കുട്ടികൾക്കും ആഗ്രഹമുണ്ട് അവരുടെ പാരൻസിൻ്റെ ഭാഗത്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പോ അതുപോലുള്ള കാര്യങ്ങളോ സപ്പോർട്ടൊക്കെ. പക്ഷേ പല പാരൻസിനും അതിന് സമയമില്ല. സമയമുള്ളവർക്ക് സംസാരിക്കാനായിട്ട് മടിയുമാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റുക. ഇതിനൊന്നും എനിക്ക് ആധികാരികമായിട്ട് പറഞ്ഞാൽ എനിക്കറിയത്തില്ല, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ആദ്യമേ പറഞ്ഞു, കുട്ടികൾ ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടികൾ കേൾക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പം
ആ ഒരു കാലഘട്ടം മുതൽ ആ കുട്ടികൾ വളരുകയാണെന്ന് ചിന്തിച്ച് അതിനനുസരിച്ചുള്ള സാഹചര്യം ഒരുക്കുക. 2 ജനിച്ച കുട്ടികൾ വേഗത്തിൽ കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവർക്ക് അവരുടേതായ രീതിയിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുക. നല്ല കാര്യങ്ങളാണ് അവർ കേൾക്കുന്നത്, നല്ല കാര്യങ്ങളാണ് കാണുന്നതെന്ന് അവർക്ക് അവർ കണ്ടു പഠിക്കുന്നത്, കേട്ട് പഠിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. സ്കൂളുകളിൽ പോകുന്ന കുട്ടികൾ മറ്റുള്ള കൂട്ടുകാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. അതിന് നമുക്ക് വിലക്കാൻ പറ്റില്ല. അത് നല്ല കൂട്ടുകെട്ടാണോ ചീത്ത കൂട്ടുകെട്ടാണോ നമ്മളറിയില്ല. പക്ഷെ അത് അവർ നമ്മളോട് ഓപ്പണായിട്ട് പറയണമെങ്കിൽ നമ്മൾ കുട്ടികളോട് ഓപ്പണായിട്ടും ഫ്രീ ആയിട്ടും പെരുമാറുന്ന ആൾക്കാരായിരിക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ട് പെരുമാറാൻ കുട്ടികളെ വളർത്താനും ശീലിക്കുക. പിന്നെ നമ്മൾ സമൂഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് പ്രത്യേകം പഠിപ്പിക്കുക. അപ്പം ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ സൺഡേ സ്കൂളിലൊക്കെ പോകുമായിരുന്നു. ഓക്കെ, സൺഡേ സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് നിർബന്ധിച്ച് വിടും. പള്ളിയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ സൺഡേ സ്കൂൾ ക്ലാസ് ഉണ്ട്. അപ്പം നിർബന്ധിച്ച് അവിടെ ഇരുത്തും. ക്ലാസ്സിലിരിക്കാതെ വീട്ടിൽ വന്ന് നല്ല അടിയാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവവിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനമാണ്. ക്രിസ്ത്യാനിറ്റിനെ മാത്രമല്ല ഞാൻ പറയുന്നത്, ഏത് മതമാണെങ്കിലും ശരി, ദൈവവിചാരം എന്ന് പറയുന്ന ഒന്ന് വേണം. ദൈവവിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് യേശുവോ കൃഷ്ണനോ നബിയോ അങ്ങനെയൊന്നുമല്ല. നമുക്ക് ഇപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ദൈവം എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം തന്നെയാണ്. നമുക്ക് വേണ്ടതെല്ലാം തരുന്നത് ഈ പ്രപഞ്ചമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം തന്നെയാണ് ദൈവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുപോലൊരു വിശ്വാസം വേണം, അതുപോലൊരു നന്ദി വേണം ഈ പ്രപഞ്ചത്തിനോട്. നമുക്ക് ഇതെല്ലാം തരുന്ന പ്രപഞ്ചത്തിനോട്, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിനോടൊരു നന്ദി വേണം. അത് കുട്ടികളെയും പഠിപ്പിക്കണം. ഇന്ന് സന്ധ്യാപ്രാർത്ഥനയുള്ള വീടുകൾ ഏതാണ്? എല്ലാ ആഴ്ചയും പള്ളിയിൽ പോകുന്ന എത്ര പേരുണ്ട്? കുട്ടികളെ എല്ലാ ആഴ്ചയും പള്ളിയിൽ വിടുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ കൃത്യമായിട്ട് അമ്പലങ്ങളിലോ ഒക്കെ വിടുന്ന എത്ര പേരുണ്ട്? പലർക്കും ഇപ്പോൾ അതൊന്നുമില്ല. എല്ലാവരും സിലബസിൻ്റെ പുറകെ, മറ്റുള്ള പല അഡിക്ഷൻ്റെ പുറകെയാണ്. പലർക്കും ലൗകിക നേട്ടങ്ങളോടാണ് താല്പര്യം. അല്ലാതെ മെൻ്റലി ഒരു പറയാൻ എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആത്മീയതയോട് പലർക്കും താല്പര്യമില്ല. ആത്മീയതയിലും കാര്യമുണ്ട്, അത് മനസ്സിലാക്കുക. ആത്മീയത എന്ന് പറയുന്നത് നിസ്സാരമല്ല, അത് കുട്ടികളെയും പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞു വന്നത്, പണ്ട് സൺഡേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പറഞ്ഞ സൺഡേ സ്കൂൾ ക്ലാസ് കഴിഞ്ഞാൽ ഒരു 15-20 മിനിറ്റ് നമ്മുടെ ഹെഡ് മാഷ് സൺഡേ സ്കൂളിൻ്റെ ഹെഡ് മാഷ് നമുക്കൊരു ചെറിയ കുട്ടി കഥയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഉപദേശമൊക്കെ തരുമായിരുന്നു. ആ ഉപദേശങ്ങളൊക്കെയാണ് പിന്നീടുള്ള ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് പലർക്കും അതിന് സമയമില്ല, ആരും പറഞ്ഞു കൊടുക്കാറില്ല. പണ്ട് ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ സൺഡേ സ്കൂൾ വേണ്ടെങ്കിലും മുത്തശ്ശി കഥകളിലൂടെ കേട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് അതുപോലെ തന്നെ അമ്മ വീട്ടിൽ നിന്നും അതുപോലെ അച്ഛൻ്റെ വീട്ടിൽ നിന്നൊക്കെ മുത്തശ്ശിമാരായിട്ട് പല കാര്യങ്ങളും പല ഉപദേശങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അവരങ്ങനെ ഉപദേശിക്കുകയൊന്നുമല്ല ചെയ്യുക, അവർ പല കഥകളും പറയും. അതിൽ പല മോറൽ സ്റ്റോറികളും ഉണ്ടാവും, പല കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ അതൊക്കെ പിന്നീടുള്ള ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇന്ന് വളരുന്ന കുട്ടികൾക്ക് ഇതിനൊക്കെ എവിടെയാ സമയം? ഇത് പറഞ്ഞു കൊടുക്കാൻ ആരാണുള്ളത്? ഇന്ന് കൂട്ടുകുടുംബമല്ല, അണുകുടുംബമാണ്. ഏതൊക്കെയോ സിറ്റികളിൽ പോയി ജീവിക്കുന്നു. അവിടെ ഈ പറയുന്ന മുത്തശ്ശി എവിടെ, മുത്തശ്ശൻ എവിടെ, സൺഡേ സ്കൂൾ എവിടെ, ദേവാലയം എവിടെ? ഇതൊന്നും ഇല്ല. ഇപ്പോൾ ദേവാലയത്തിലൊക്കെ പോകുന്ന പല ആൾക്കാരുടെയും കോലം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭ്രാന്ത് പിടിക്കും. അപ്പോൾ ഇത് കാലഘട്ടത്തിൻ്റെ ഒരു മാറ്റം ഇതിലുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ ഒരു കുത്തൊഴുക്കിൽ നമ്മൾ പെട്ടുപോകരുത്. ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മ വരികയാണ്. ഏകദേശം 2000 വർഷം 2000 ആണെന്ന് തോന്നുന്നു. അന്ന് ചുരിദാർ എന്ന് പറയുന്നത് സൈഡിൽ കീറലില്ലാത്ത ചുരിദാറാണ്. അപ്പോൾ കീറലുള്ള ചുരിദാർ ഇട്ട് വന്ന ഒരു കുട്ടിയോട്, ഏകദേശം ഒരു 16-17 വയസ്സുണ്ടാവും, ഒരു പെൺകുട്ടിയോട് ഒരു ചേച്ചി പറയുകയാണ്, ഇത് എന്ത് മോഡലാണ് മോളെ? കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ കുർബാനയ്ക്ക് നിന്നപ്പോൾ ഇതുപോലൊരു പെൺകുട്ടി ഇട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു കാറ്റടിച്ചപ്പോഴത്തേക്കും അവളുടെ പുറകുവശം എല്ലാവർക്കും കാണാമെന്നാണ് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ജീൻസ് പാൻറ് ഇട്ടാൽ എന്താണ് അവസ്ഥ? അത് തന്നെ, അതാണ് ഉദ്ദേശിച്ചത് ആ ചേച്ചി. പക്ഷേ പിന്നീട് കാലപ്പോക്കിൽ ആ ചേച്ചി തന്നെ കീറലുള്ള ചുരിദാർ ഇട്ടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ കാലഘട്ടത്തിൻ്റെതായ ഒരു മാറ്റമാണ് അത്. ഒരു പരിധിവരെ ഉൾക്കൊള്ളാവുന്നതാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും അംഗീകരിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകാൻ. സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഡ്രസ്സ് അല്ലെങ്കിൽ ഏത് ഡ്രസ്സ് ഇടാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതിനനുസരിച്ച് വേണം മുമ്പോട്ട് പോകാൻ. നമ്മൾ മറ്റുള്ളവർ, നമ്മുടെ മുമ്പത്തെ കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരെ വിമർശിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നമ്മളെ കണ്ട് പഠിച്ചിട്ടാണ് അടുത്ത തലമുറ വന്നിട്ടുള്ളത്. അവർ നമ്മളെ വിമർശിക്കും. 90 കിഡ്സ് എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഓൾഡ് ജെൻ, അമ്മാവൻ, ഇതൊക്കെ പറയും. കാരണം ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ഇനിയും ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ടു പോവാതെ കൃത്യമായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധി വേണം. അതുപോലെ തന്നെ വായനാശീലം വളർത്തിയെടുക്കണം. നന്നായിട്ട് വായിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ഫംഗ്ഷനിങ് ഒക്കെ കൂടിക്കോളും. നമുക്ക് കുറച്ച് ചിന്തിക്കാനും ഭാവന എന്താ പറയുക, ആ ഒരു കാര്യത്തിനെ ഭാവനയിൽ കാണാനൊക്കെ നമുക്ക് കഴിയും വായനയൊക്കെ ഉണ്ടെങ്കിൽ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ വായനയ്ക്ക് നിർബന്ധമായിരുന്നു. അക്കാര്യത്തിലും എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് എന്നെ 2ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മേരി ടീച്ചറിനോടാണ്. മേരി ടീച്ചർ ഒരു ദിവസം ക്ലാസ്സിൽ വന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും ദിവസം ന്യൂസ് പേപ്പർ വായിക്കണം. എനിക്ക് എൻ്റെ പ്രചോദനം എൻ്റെ മോളാണ്. മോളുടെ പേര് ആതിര എന്നാണെന്ന് ഞാൻ ഓർക്കുന്നു. ആള് വേറൊരു സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ടീച്ചർ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ മോള് രാവിലെ സ്കൂളിൽ പോകാൻ ഒരുങ്ങുക പോലും ചെയ്യാതെ പേപ്പർ വന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ കമന്നടിച്ച് കിടക്കും. ആ പേപ്പർ വായിച്ച് തീർത്തിട്ട് അവൾ വേറെ എന്തെങ്കിലും ചെയ്യുള്ളൂ. എനിക്കത് കാണുമ്പോൾ ദേഷ്യം വരും, എന്നാലും ഒരു ഭാഗത്ത് സന്തോഷമുണ്ടെന്ന്. അങ്ങനെയാണ് ഞാനൊക്കെ പേപ്പർ വായിക്കാൻ തുടങ്ങി. ഇന്നും ആ ശീലം മാറ്റിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും അപ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം പേപ്പറുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് പുതിയ ഒരുപാട് അറിവുകൾ കിട്ടും.
സമീപകാലങ്ങളായിട്ട് ഇപ്പോഴത്തെ പിള്ളേരൊന്നും പേപ്പർ അല്ലെങ്കിൽ ന്യൂസ് വായന തന്നെ ഇല്ലെന്ന് തോന്നുന്നു. കാരണം ചുറ്റുവട്ടത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർ അറിയുന്നില്ല. അറിഞ്ഞിരുന്നെങ്കിൽ വീണ്ടും വീണ്ടും അതേ കെണിയിൽ പോയി ചാടില്ലായിരുന്നോ? എത്രയോ വാർത്തകൾ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ആള് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു, സ്വർണം കവർന്നു, ഇതുപോലുള്ള വാർത്തകൾ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് കുട്ടികൾക്ക് അറിവ് വരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് വാർത്തകൾ അറിയുന്നില്ല. അവർ ഫുൾ ഇൻസ്റ്റയിൽ മാത്രമായി ജീവിതം. എന്നിട്ട് ഡിപ്രഷൻ ഒരു ഭാഗത്ത്, ഒളിച്ചോട്ടം ഒരു ഭാഗത്ത്, ആത്മഹത്യ ഒരു ഭാഗത്ത്. കുട്ടികൾക്കറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ പാരൻസ് തീർച്ചയായിട്ടും മാറിയേ പറ്റുള്ളൂ. അവരെ കുറ്റപ്പെടുത്താതിരിക്കുക, എപ്പോഴും അവർക്ക് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു തലമുറയെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്ന് മാത്രം എപ്പോഴും ചിന്തിക്കുക. അതുപോലെ തന്നെ കുട്ടികൾക്ക് സർഗ്ഗാത്മക ശേഷി, മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള, മറ്റുള്ളവരോട് ഇടപഴകാനുള്ള കാര്യങ്ങളൊക്കെ മോട്ടിവേഷനായിട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. മോറൽ സ്റ്റോറികൾ പറഞ്ഞു കൊടുക്കുക. സമൂഹത്തിൽ ഇടപെടേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കുക. അവരുടെ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക. അവരുടെ കൂട്ടുകെട്ടുകൾ നിരീക്ഷിക്കുക. നല്ലൊരു തലമുറയെ വാർത്തെടുക്കുക. ഒരിക്കലും ന്യൂജൻ കിഡ്സ്, 2K കിഡ്സ് എന്ന് പറഞ്ഞ് അവർ കുറ്റപ്പെടുത്താതെ അവരെ മനസ്സിലാക്കി, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ആശയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയുക. അടുത്തൊരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ടൈറ്റിൽ മിക്കവാറും ഇതായിരിക്കും. വേണ്ട, അടുത്ത വീഡിയോയിൽ തന്നെ പറയാം. എന്തായാലും അടുത്തൊരു വീഡിയോ വരുന്നവരെ കാണാം. ബൈ ബൈ.